നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചായക്കടയിലൊക്കെ കിട്ടുന്ന പാൽ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പാൽ കേക്കിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. 240 ml കപ്പിൽ 1 കപ്പ്. അപ്പോൾ ഞാനിത് 2 കപ്പ് മൈദയ്ക്കുള്ള അളവാണ് 1 കപ്പ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം നാരങ്ങ നീരാണ് അതും കൂടി ചേർത്തിട്ട് നമ്മളിത് നല്ല പോലെ മിക്സ് ആക്കാം. എന്നിട്ട് ഇത് നമ്മൾ ഉരുക്കിയെടുക്കണം. നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒരു നൂൽ പരുവാണ് എടുക്കുന്നത്. അപ്പോൾ അത് നല്ല പോലെ ഉരുകി വരട്ടെ. അപ്പോൾ തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഉരുകി വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ ഷുഗറൊക്കെ നല്ലപോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ കയ്യിൽ നല്ലപോലെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവാണ്. നല്ലപോലെ ഒട്ടിപ്പിടിക്കുന്ന പരുവ് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കാരണം ആ ചൂടിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് ആ ഒരു നൂൽ പരുവത്തിൽ തന്നെ കിട്ടും. അതല്ലെങ്കിൽ കുറച്ച് നേരം കൂടി വയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ 2 സ്ട്രിങ്ങിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ കയ്യിൽ നല്ലപോലെ ഒട്ടിപ്പിടിക്കുന്ന പരുവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് കറക്റ്റ് പരുവത്തിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിനി പാൽ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് 240 ml കപ്പാണ് 1 കപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് 2 നുള്ളോളം സോഡാപ്പൊടിയാണ്, അത് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ളോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു മുട്ടയും കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അതേപോലെ തന്നെ ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യില്ലെങ്കിൽ വെണ്ണ ഉണ്ടെങ്കിൽ വെണ്ണയും ചേർത്ത് കൊടുത്താൽ മതിയാകും. റൂം ടെമ്പറേച്ചറിലാവണമെന്ന് മാത്രം. അപ്പോൾ മുട്ട എടുത്താലും ആയാലും റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ എടുക്കാനും ശ്രദ്ധിക്കാം കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏലക്കായയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഏലക്കായയുടെ പൊടി ഒരു 1/2 ടീസ്പൂണോളം വരെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് ആദ്യം തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും. ഇപ്പോൾ ഇതാ ഞാൻ നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്തിട്ട് നല്ലപോലെ ഇത് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ പാല് ചെറു ചൂടിലാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരുപാട് ചൂടാക്കേണ്ട, നമ്മൾ കൈ തൊട്ടാലുള്ള ചെറിയൊരു ചൂട് മാത്രം മതിയാകും. അത് ചേർത്തിട്ട് കുറേശ്ശെ പാല് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഇതങ്ങ് കുഴച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പാൽപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ പാല് മാത്രമാണ് ചേർക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഇത് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ നല്ലപോലെ ഇതങ്ങ് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല സ്മൂത്ത് ഡോ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് ഒന്നും കൂടി നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഒന്നും കൂടി നല്ലപോലെ നമുക്ക് തേച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ നല്ലപോലെ അങ്ങ് ഒന്നും കൂടി കുഴച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ നല്ല പോലെ തേച്ച് എടുത്തിട്ടുണ്ട് നമ്മുടെ മാവ്. ഇനി കൈ വെച്ചിട്ട് ഇതേപോലെ കൈ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഒരു സ്ക്വയർ ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ സ്ക്വയറായിട്ട് കൈവച്ചിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ പരത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് കത്തി വെച്ചിട്ട് കുറച്ച് തിക്നെസ്സിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് കുറച്ച് തിക്നെസ്സിൽ ഇരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം നമ്മൾ ചായക്കടയിലൊക്കെ കിട്ടുന്നത് കുറച്ച് തിക്കായിട്ട് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തോരം തിക്നെസ് വേണം അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതേപോലെ തന്നെ ഇത്രയും നീളം വേണ്ട എന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതിയാകും. കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓയിൽ ചൂടാക്കാൻ വെക്കാം ഈ സമയം. ഇപ്പോൾ ഇതാ ഓയിൽ നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഹീറ്റിൽ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് പാൽ കേക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക്
ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ പാൽ കേക്ക് ഇടുമ്പോൾ മീഡിയം ഹീറ്റിൽ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് നല്ലപോലെ വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഒരേ സമയം ഒരുപാട് എണ്ണം ഇടാണ്ട് ബാച്ചായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതല്ലെങ്കിൽ ഉള്ളി വേകാതെ ഇരിക്കും, പുറം കളർ മാറിയിട്ട് ഉള്ളി വേകാതിരിക്കും. അപ്പോൾ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നല്ലപോലെ ഒരു ലൈറ്റ് ഗോൾഡ് നിറാവുന്നത് വരേക്കും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചിടാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഫ്രൈ ആയിട്ട് വരട്ടെ. ഇപ്പോൾ നമ്മുടെ പാൽ കേക്ക് നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് മാറ്റാം. ഫ്രൈ ചെയ്ത പാൽ കേക്ക് നമ്മൾ ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 4 മുതൽ 5 മിനിറ്റ് നേരത്തേക്ക് മാത്രം നമ്മൾ ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചാൽ മതിയാകും. അധികം നേരത്തേക്ക് വേണ്ട. അതല്ലെങ്കിൽ നമ്മൾ അടുത്ത ബാച്ച് റെഡിയാക്കുന്നവരേക്കും ഷുഗർ സിറപ്പിൽ ഇട്ടാൽ മതി. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാവരും ഫ്രൈ ചെയ്യാം. അപ്പോൾ എല്ലാ പാൽ കേക്കും ഞാൻ ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ഷുഗർ സിറപ്പിൽ ഇട്ടിട്ട് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പാൽ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്നും കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്